ഹലോ SSLC മക്കളെ, ഇതാ അലൻ സർ വന്നിരിക്കുകയാണ്. മാത്സിലെ എല്ലാ ഫോർമുലയും ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ ഫോർമുലയും എല്ലാ കാര്യം ഈ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം. അതിനുവേണ്ടി വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. മക്കളെ, ഈ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് കുറേ ദിവസങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത നോട്ട്സാണ്. ഈ ഫോർമുലയും ഈ നോട്ട്സ് മാത്രം പഠിച്ച് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നോട്ട്സ് അതിഭീകര ഫുൾ ക്ലാരിറ്റി നോട്ട്സ് ആണ്. ഇനി ഇതിൻ്റെ മലയാളം മീഡിയം വേർഷൻ ആൻഡ് ഇതിൻ്റെ ചിലവർക്ക് ഇത് ബ്ലാക്ക് ആണെന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ചിലവർക്ക് ഇതിൻ്റെ വൈറ്റ് വേർഷൻ, ഡേ നൈറ്റ് വേർഷനൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡേ വേർഷൻ വേണമെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നൈറ്റ് മോഡിലേക്ക് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ, റെക്ടാംഗിൾ ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഫോർമുലയും ഫാക്ടറൈസേഷനും. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഒക്കെ വർഗ്ഗത്തികവ്. ഓക്കെ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെ 1 ആയിരിക്കണം. അവിടെ 1 ആണ്. പ്ലസോ മൈനസോ നമ്മൾ +1 പറ്റുള്ളൂ. ഇവിടെ ഈ നമ്പർ ഉണ്ടോ? ഈ നമ്പർ എടുക്കുക. നമ്മുടെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഏതാണ്? ആ നമ്പറാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അയാളെ പകുതിയാക്കുക. 10ൻ്റെ പകുതി 5. ഓക്കെ, അപ്പോൾ നമ്മൾ 5 സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടത്. എപ്പോഴും ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് കിട്ടുന്ന സാധനം ഞാൻ കളർ ചെയ്ത് കാണിച്ചു തരാം. മക്കൾ, എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ, അതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യുക. എന്താണ് നമ്മൾ ചെയ്യുന്നത്? എക്സ് പ്ലസ് 5 എഴുതിക്കോ. എക്സ് പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ. ഇതൊരു പൂർണ്ണവർഗം അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്ക്വയർ ആയി. ഇനി അതേ ക്വസ്റ്റ്യൻ ഞാൻ വേറെ കാണിച്ചു തരാം. എക്സ് സ്ക്വയർ മൈനസ് 8x. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 8ൻ്റെ പകുതി, 8ൻ്റെ പണിയല്ല, 8ൻ്റെ പകുതി അതാണ് 4 സ്ക്വയർ ഞാൻ ആഡ് ചെയ്തു. നിങ്ങൾ ചോദിക്കും സാർ മൈനസ് ഉപയോഗിക്കണം. ഇവിടെ വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 4 സ്ക്വയർ ആഡ് ചെയ്യുന്നു. ഓക്കെ, എപ്പോഴും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആൻസർ എന്താണ് വരിക? എക്സ് മൈനസ്, ഈ സിമ്പിൾ എടുക്കണം, -4 ദ ഹോൾ സ്ക്വയർ എഴുതിക്കോ. എക്സ് -4 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സ്ക്വയർ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പൂർണ്ണ വർഗ്ഗമാക്കണമെങ്കിൽ എന്ത് കൂട്ടണം എന്ന് ചോദിക്കും. അങ്ങനെ നമ്മൾ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തരികയാണ്, ഇത് സോൾവ് ചെയ്യാൻ പറയാണ്. ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നോക്കിയേ, ഇവിടെ x² + 2x, 2ൻ്റെ പകുതി 1. അപ്പോൾ 1 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യണം. ഇക്വേഷൻ ആയതുകൊണ്ട്, സമവാക്യമായതുകൊണ്ട് ഇവിടെയും ആഡ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടും? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കിട്ടും. റൈറ്റ് സൈഡിൽ 15ഉം 1ഉം കൂട്ടിയാൽ 16, വിച്ച് ഇസ് 4 സ്ക്വയർ കിട്ടും. ഇങ്ങനെയാണ് സ്ക്വയർ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ചിട്ട് മിക്ക ക്വസ്റ്റ്യനും ചെയ്യാം. നിങ്ങളുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിനൊക്കെ 1 ഷോട്ട് ക്ലാസ്സസ് കാണാത്തവർ പോയി കാണുക. അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്നുള്ള മാരത്തോൺസിന് വരിക. എല്ലാ ദിവസവും 7:30 ചാനലിൽ വരിക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇനി റെക്ടാംഗിൾ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യൻ ആണ്. റെക്ടാംഗിൾ ക്വസ്റ്റ്യൻ ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞു കേട്ടോ. നോക്കിയേ, ഇതാണ് ഒരു റെക്ടാംഗിൾ, ഒരു ചതുരം. ഓക്കെ, ചതുരം പോലെ ഇല്ലല്ലോ. ഇതാണ് ഒരു ചതുരം. ഓക്കെ, റെക്ടാംഗിൾ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 തവണ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 2 × L + B ആണ്. ഓക്കെ, ഇനി നമ്മൾക്കിത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കണം. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ആൻസർ എഴുതണം. അപ്പോൾ നമ്മൾ എല്ലിനെ എക്സ് എന്ന് വിളിക്കും, നീളത്തിനെ എക്സ് എന്ന് വിളിക്കും. അപ്പോൾ വീതി എന്താ സംഭവിക്കുക? നിങ്ങൾ ഈ 2 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്ത് p/2 ആയി. പിന്നെ L മൈനസ് ചെയ്യുമ്പോൾ p/2 - x ആവും. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ എന്തേ പറയുന്നത്? ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാം സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നോക്കിയേ, ഞാൻ പറയുന്നത് പെരിമീറ്റർ 40 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് L എന്ന് പറയുമ്പോൾ എക്സ് എന്ന് വിളിക്കാം. അപ്പം 2 × L + B ആണല്ലോ അല്ലേ? നോക്കിയേ, എക്സ്. അപ്പോൾ 2 × L + B = 40 എന്നറിയാം. നമുക്ക് ഈ L + B ഇങ്ങോട്ട് വരും, 2 അങ്ങോട്ട് വരുമ്പോൾ 28, 40/2. പെട്ടെന്ന് കാണിച്ചില്ല കേട്ടോ. L എന്നുള്ളത് എക്സ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എക്സ് + B = 20. അപ്പോൾ B എന്ന് പറയുമ്പോൾ എന്താണ്? 20 - x. ഓക്കെ, നോക്കിയേ, 20 - x ആണ് B. ആൻഡ് L എന്ന് പറയുമ്പോൾ വെറും എക്സ്. അപ്പോൾ L നീളം എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വീതി എന്താ? 20 - x. രണ്ടും നീളവും വീതി എക്സിൻ്റെ ഭാഷയിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് L എന്ന് പറഞ്ഞാൽ എക്സ്, B എന്ന് പറഞ്ഞാൽ 20 - x. മനസ്സിലായോ? മറക്കൂലല്ലോ. അപ്പോൾ ഞാൻ അത് വായിക്കാം കേട്ടോ, വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി അത് കിട്ടി. ഇനി ഏരിയ, ഇവർ പറയും ഏരിയ 389 അല്ലെ 432 എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെങ്ത്തിന് നമ്മൾ എക്സ് ഇടും. B എന്തായിരുന്നു? 20 - x. ഓക്കെ, അതിട്ട് കഴിഞ്ഞാൽ നമുക്കിതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. കാരണം 20x - x² എന്ന് കിട്ടും. എന്നിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക, സാധാരണ പോലെ സോൾവ് ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയത്. നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട. എങ്ങനെ ചെയ്യാനുള്ള മെക്കാനിസം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്താണ്? ആദ്യം നിങ്ങൾ പെരിമീറ്റർ എടുക്കുന്നു, ഏരിയ എടുക്കുന്നു, എല്ലിന് എക്സ് വിളിച്ചാൽ B എന്ത് നോക്കുന്നു, പിന്നെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നീളം വീതി മൾട്ടിപ്ലൈ നിങ്ങൾക്ക് കിട്ടും. ഇനി ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് നിങ്ങൾ എന്ത് ക്വസ്റ്റ്യനും എപ്പോഴും രക്ഷപ്പെടുത്താൻ പോകുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുന്നതിന് മുമ്പ് റൈറ്റ് സൈഡ്, ഒരു സൈഡിൽ 0 ആയിരിക്കണം, മറ്റേ സൈഡിലായിരിക്കണം മൊത്തം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം ക്രിയ സമവാക്യം. അപ്പോൾ ഇങ്ങനെ ബൈ ഹാർട്ടിന് x = -b + or - √b² - 4ac / 2a ഇങ്ങനെ പഠിക്കുക. അത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ 10ാം ക്ലാസ് മുതൽ നിങ്ങൾ മാത്സ് എത്ര കാലം പഠിപ്പിക്കുന്നോ
നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുലയാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുല കേട്ടോ. രണ്ട് ആൻസറിനും അതാണ് പ്ലസും മൈനസും വരുന്നത്. ഫാക്ടറൈസേഷൻ ഫാക്ടർ ഓക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഘടകങ്ങളായിട്ട്. ഇപ്പോൾ x - 2 × x - 3 ശരിക്കും ഒരു സെക്കൻഡ് ഡിഗ്രി, കാരണം ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² ആവും. ഇവിടെ ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്താൽ 0. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആണ്. ഫോർ എക്സാമ്പിൾ 4 × 4 എത്രയാണ്? 0. 4 × 0 4. 0 × 5 എത്രയാണ്? 0. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം 0 ആവണം. അപ്പോൾ ഇവിടെ ഇയാൾ 0 ആണ് എന്താണ്? x - 2 0 ആവുകയാണെങ്കിൽ x എന്താണ്? 2ഉം. ഇയാൾ 0 ആവുകയാണെങ്കിൽ x - 3 0 ആവുകയാണെങ്കിൽ x എന്താണ്? x3 കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് ആൻസർ വരും, x2ഉം x3ഉം. ഇങ്ങനെയും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ഇങ്ങനെ ചെയ്യാൻ അറിയുന്നവരും മതി, ഒരു നിർബന്ധമില്ല. എപ്പോഴും നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ചിലപ്പോൾ പറയും ഇത് എന്താണ് ദ പ്രോഡക്റ്റ് ഓഫ് 2 മൾട്ടിപ്പിൾസ് ഓഫ് 5. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾസ് ഓഫ് 8, 8ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ എക്സും x + 8ഉം 5 ആണെങ്കിൽ എക്സും x + 5ഉം. ഓക്കെ, ഇവിടെ നോക്കി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എക്സും x + 2ഉം. അത് ഫസ്റ്റ് നമ്പർ ഓഡ് ആയിരിക്കണം. ഓഡ് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഈവൺ അടുത്തടുത്ത നമ്പർ വേണമെങ്കിൽ ഈവൺ x ആയിരിക്കണം, അപ്പോൾ x + 2 ആയിരിക്കും. സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ x². അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക്സ്. ഇത് മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, ഇനി നമുക്ക് ട്രിഗ്നോമെട്രിയിലേക്ക് വരാം. ട്രിഗ്നോമെട്രി വളരെ രസകരമായ ചാപ്റ്ററാണ്. ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ. ഫസ്റ്റ് നമ്മുടെ 45 45 90 ട്രയാങ്കിൾ. ഇതൊരു ഐസോസെലസ് 90 ട്രയാങ്കിൾ ആണ്. 45ൻ്റെ ഓപ്പോസിറ്റ് 1, 45ൻ്റെ ഓപ്പോസിറ്റ് 1, ഇതിൻ്റെ ഓപ്പോസിറ്റ് 2 അല്ല √2. 1:1:√2 ബൈ ഹാർട്ട് പഠിക്കാം, വളരെ ഇമ്പോർട്ടൻറ്റ്. 30 60 90, 13ൻ്റെ ഓപ്പോസിറ്റ് 1, 16ൻ്റെ ഓപ്പോസിറ്റ് √3 ആൻഡ് 19ൻ്റെ ഓപ്പോസിറ്റ് 2, 1:√3:2. ഇതും പഠിച്ചു വെച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ 1ൻ്റെ ഓപ്പോസിറ്റ് 1ൻ്റെ ഇത് നോക്കിയാൽ 13ൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അത് ഡബിൾ ആവും 19ൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ. ഇവിടെ 1 ആണെങ്കിൽ 19ൻ്റെ ഓപ്പോസിറ്റ് 2 ആണ്, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 10 ആണ്, ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 40 ആണ്. ആ സാധനം മനസ്സിലാക്കുക, ഡബിൾ പകുതി. ഓക്കെ, ഈ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിക്കാനുള്ളത് റേഷ്യോ. സൈൻ എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ട്, കോസ് എന്ന് പറഞ്ഞാൽ ടാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക, എക്സ് എടുക്കാം. ഇനി എക്സിൻ്റെ അനുസരിച്ചാണ് അടുത്തോ ദൂരെയോ എന്നൊക്കെ നോക്കാം. എക്സിൻ്റെ അഡ്ജേസൻറ്റ് അടുത്തെന്ന് പറഞ്ഞ ഈ സൈഡ്. എന്തുകൊണ്ട് ഇതല്ല? കാരണം ഇത് ഹൈപ്പോട്ടിനസ് കർണം എന്ന് പറയുന്ന സാധനമാണ്, അത് മാറില്ല. ഓക്കെ, ഇത് എപ്പോഴും 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിനസ് വരും. എക്സിൻ്റെ ഓപ്പോസിറ്റ് അഥവാ എതിർ വശം എന്ന് പറയുമ്പോൾ ഈ സൈഡ്. എക്സിൻ്റെ അഡ്ജേസൻറ്റ് അടുത്ത് സമീപം എന്ന് പറഞ്ഞാൽ ഈ സം. ഓക്കെ, സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, ഇനി ടാൻ എക്സ് എന്നൊരു ഫോർമുല കൊണ്ട് സൈൻ ബൈ കോസ്റ്റും അത് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇങ്ങനത്തെ ഒരു ഫോർമുല, പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു ട്രിക്ക് പറയാം. SOH CAH ഇതാ നോക്കിയേ, സോ കാ ടോവ, ടോ അല്ല ടോവ. സോ സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്, കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആൻഡ് ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ്. ഇവിടെ എല്ലാവരും തെറ്റിക്കുക, ടോ എന്ന് എഴുതി വെക്കും. ഇങ്ങനെയല്ല, ടോവ എന്ന് ഓർക്കണം. ഇനി ഇതിൻ്റെ കുറച്ച് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാണ്ട് ഇതിൻ്റെ വേറെ സ്പെഷ്യൽ 3 ട്രിക്ക് സെപ്പറേറ്റ് ആയിട്ട് ആൻസർ വേറെ വീഡിയോ പറയുന്നുണ്ട്. ആ 3 ട്രിക്കിൽ ഏത് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ട്രിക്ക് നമ്പർ 1ഉം ട്രിക്ക് നമ്പർ 2 അടിപൊളിയാണ്. ഇത് മൊത്തം ബൈ ഹാർട്ട് ചെയ്യുന്ന ഒറ്റൊരു ട്രിക്ക് മതി, ആ വീഡിയോ പോയി കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവസാനമുള്ളത് ഒരു ഫോർമുലയാണ് പഠിക്കാനുള്ളത്. ഇതൊരു കോഡാണ്. എന്താണ്? ഞാണ്. ഈ ഞാണിൻ്റെ നീളവും ഈ റേഡിയസും തമ്മിലുള്ളൊരു ബന്ധമാണ്. ഓക്കെ, ഇവിടെ ഒരു റേഡിയസ് ഉണ്ട്, സർക്കിളിൻ്റെ റേഡിയസ്. സെൻട്രൽ ആംഗിൾ സി ആണെങ്കിൽ, ഈ കോഡ് സെൻട്രൽ ഉണ്ടാക്കുന്ന കേന്ദ്ര കോൺ സി ആണെങ്കിൽ മേജർ ആർക്കിൽ അതിൻ്റെ പകുതിയാണെന്നറിയാം. നമുക്ക് എക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ C/2 എന്ന് വിളിക്കാം. ഫോർമുല ഇത്ര പറയുന്നത് L = 2 × റേഡിയസ് × സൈൻ എക്സ് ഇൻറ്റു ഈ മേജർ ആർക്കിലെ ആംഗിൾ, അല്ലെങ്കിൽ C/2 എന്ന് വിളിക്കുന്നവർക്ക് C/2 വിളിക്കാം. L = 2R sin C/2. ഇനി ചിലവർ ഈ ഫോർമുല തിരിച്ച് മറിച്ച് എഴുതും. എങ്ങനെയാണ്? R എന്ന് പറയുന്നത്, ഓക്കെ, R എന്ന് പറഞ്ഞാൽ L/2 sin x എന്ന് പറയാം. ഓക്കെ, ഈ സെയിം ഫോർമുല തിരിച്ചിട്ടു എന്നുള്ള ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത് എഴുതാം. ആൻഡ് ലാസ്റ്റ് ഉള്ളതാ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റും എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും തമ്മിലുള്ള ഒരു സാധനം. അപ്പോൾ നമ്മളൊരു ചേട്ടൻ ഇങ്ങോട്ട് വലിക്കുന്നു. ഓക്കെ, നമ്മുടെ ഒരു മനുഷ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കുറേ ക്വസ്റ്റ്യൻ വരും. എന്താണെങ്കിലും 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. നമ്മൾ നേരെ നോക്കുന്നത്, ഞാൻ നിങ്ങളോട് നേരെ നോക്കുന്ന ഈ ലൈനിന് നമ്മൾ വിളിക്കും LOS, ലൈൻ ഓഫ് സൈറ്റ്, സൈറ്റ് അടിക്കുന്ന ലൈൻ. അത് മനസ്സിലായല്ലോ? അത് നേരെ. ഇനി അതിൻ്റെ മേലേക്ക് നിങ്ങൾ നോക്കിയാൽ, ഓക്കെ, അതിൻ്റെ മേലേക്ക് നിങ്ങൾ നോക്കിയാൽ അതാണ് നിങ്ങൾ നേരെ നോക്കുന്നത്. അതിന് പകരം നിങ്ങൾ മേലേക്ക് നോക്കിയാൽ ആ മേലേക്ക് നോക്കിയ ആംഗിൾ, ഓക്കെ, ഇത്രയും ശ്രദ്ധിക്കുക, ഈ ആംഗിൾ നമ്മൾ വിളിക്കും ആംഗിൾ ഓഫ്, നിങ്ങൾ എലവേറ്റ് ചെയ്തു, എലവേറ്ററിൽ പോകുന്ന പോലെ എലവേഷൻ. ഓക്കെ, എലവേഷൻ. ഓക്കെ, അല്ലെങ്കിൽ മേൽക്കോൺ എന്ന് പറയും. മേൽക്കോൺ, മേലേക്ക് എത്ര നോക്കി എന്നുള്ള കോൺ. ഓക്കെ, അത് മതി. ഇനി താഴേക്ക് നിങ്ങൾക്ക് വിഷമമായി, നിങ്ങൾ വിഷമം അടിക്കുമ്പോൾ താഴേക്ക് നോക്കും. നേരെ നോക്കുന്നതിന് പകരം താഴേക്ക് നോക്കി. അപ്പോൾ എന്താണിത്? ഇത്
താഴേക്ക് നോക്കുന്നുണ്ട്, നമുക്ക് ഈ ആംഗിളിനെ വിളിക്കാം എന്താണ്? ആംഗിൾ ഓഫ് സങ്കടമായപ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയത് ഡിപ്രഷൻ കാരണം, ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ. ഓക്കെ, താഴേക്ക് നോക്കിയ കോൺ. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എടുക്കുമ്പോൾ കുറേ ആൾക്കാർ തെറ്റിക്കും. ഓ സാർ നമുക്ക് ഇങ്ങനെ എടുക്കാം, എന്താണ്? ഇതാണ് കോൺ, ഇതല്ല കോൺ. ഓക്കെ, നമ്മൾ നേരെ നോക്കുന്നതിന് വേറെ താഴേക്ക് നോക്കി, അപ്പോൾ ഇതാണ് ആംഗിൾ. ഓക്കെ നോക്കിയേ, സോറി ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നതിന് വേറെ ഇങ്ങോട്ട്, ഇതാണ് ആംഗിൾ, ഈ കൈൻ്റെ ഇടയ്ക്കുള്ള. അല്ലാണ്ട് എല്ലാവരും എന്ത് ചെയ്യും? ഇതെടുക്കും, നമ്മളും ഇതല്ല ആംഗിൾ. ഓക്കെ, ഇത് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം പഠിച്ചോ. ടാൻ ആണ് എപ്പോഴും എന്താണ്? ഹൈറ്റും ദൂരവും നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുക കേട്ടോ. ഹൈറ്റും ദൂരവും നമ്മൾ കണ്ടുപിടിക്കാൻ ടാൻ ആണ് ഉപയോഗിക്കുക. ഈ ഒരു കീ പോയിന്റും കൂടി ഓർത്ത് വെച്ചാൽ അതിൽ ഇതും കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സൂര്യനോ അല്ലെങ്കിൽ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് എലവേഷൻ ആണോ ഡിപ്രഷൻ ആണോ ഉപയോഗിക്കുന്നത്. കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ എന്താണ് പഠിക്കുന്നത്? ഫസ്റ്റ് കാര്യം നിങ്ങൾ ഇത് എക്സ് ആക്സിസ്, എക്സ് അക്ഷം, ഇത് വൈ ആക്സിസ്, വൈ അക്ഷം. ഇവിടെ നമ്മൾ എക്സ് എന്ന് എഴുതും, ഇവിടെ എക്സ് ഡാഷ് എന്ന് എഴുതും, ഇവിടെ വൈ എന്ന് എഴുതും, വൈ ഡാഷ് എന്ന് എഴുതും. രണ്ടും കൂട്ടിമുട്ടുന്നത് 90 ഡിഗ്രിയിലാണ്. 0 എന്ന് പറഞ്ഞ പോയിന്റ്, ഈ 0 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ആധാര ബിന്ദു അഥവാ ഒറിജിൻ എന്ന് പറയും. അവിടെ എക്സും വൈയും 0 ആണ്. റൈറ്റിലേക്ക് പോകുന്നതോറും എക്സ് വലുതാവും, മേലേക്ക് പോകുന്നതോറും വൈ വലുതാവും. ലെഫ്റ്റിലേക്ക് പോകുന്നതോറും എക്സ് ചെറുതാവും, മൈനസ് ആവും, ആൻഡ് വൈ താഴേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇത് പോകും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സ് എഴുതിയിട്ട് വൈ എഴുതാൻ പാടുള്ളൂ. ABCDEFG പാട്ട് പാടുമ്പോൾ നമ്മൾ XYZ എന്ന് പറയും. അപ്പോൾ എക്സ് ആദ്യം പിന്നെ വൈ. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്കിപ്പം ഈ പോയിന്റിലേക്ക് എത്തണം, ഈ പോയിന്റിലേക്ക്. ഓക്കെ, എ എന്നുള്ള ഈ സൂചക സംഖ്യ അതെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. എ എന്നുള്ള കോർഡിനേറ്റ്സ് എത്രയാണെന്ന് ഇപ്പോൾ കമൻറ്റ് ചെയ്യാം. ഒരു സെക്കൻഡ് ഞാൻ വെയിറ്റ് ചെയ്യാം. എ എന്ന് പറയുമ്പോൾ ഇവിടെ എത്തണം നമുക്ക്. ഇവിടുന്ന് എപ്പോഴും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 1, അപ്പോൾ ആദ്യം എക്സ് ഡയറക്ഷനിലേക്ക് പോകണം. എക്സ് ഡയറക്ഷൻ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 1, 2, 3. ഓക്കെ, നിങ്ങളിത് ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബിൽഡിങ്ങിൽ പോയി, എന്നിട്ട് നമ്മൾ ലിഫ്റ്റ് കയറണം. നിങ്ങൾക്ക് ഇവിടുന്ന് ലിഫ്റ്റ് കയറിയിട്ട് നിങ്ങൾക്ക് ബിൽഡിംഗ് ചാടാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾക്ക് റോഡിൽ കൂടെ നിങ്ങൾ മൂന്നാമത്തെ ബിൽഡിംഗ് പോയി ലിഫ്റ്റ് കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തി. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എ എന്ന് പറഞ്ഞാൽ 3,1. ഓക്കെ, എന്താണ് എ എന്ന് പറയുമ്പോൾ 3,1. മനസ്സിലായല്ലോ? എക്സ് കോമ വൈ. ഇനി നമ്മൾ ബി എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിലോ, ഒരു സെക്കൻഡ് ബിൽഡിങ്ങിൽ പോയിട്ട് -1 അല്ല, -2 അല്ല, -3, ഗ്രൗണ്ട് ഫ്ലോർ അല്ല, പാർക്കിങ്ങിലേക്ക് പോകില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബിൽഡിങ്ങിൽ -3 ഫ്ലോറിൽ പോകുന്നു. ഓക്കെ, അങ്ങനെയാണ് സി എന്താണെന്ന് നമുക്ക് നോക്കാം. സി എന്ന് പറയുമ്പോൾ വൈ ആക്സിലെ ഒരു പോയിന്റാണ്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ട. ഇവിടെ 0th ബിൽഡിങ്ങിൽ തന്നെ 1, 2, 3. അപ്പോൾ എന്താണ് നമുക്ക് സി എന്ന് പറയുമ്പോൾ 0th ബിൽഡിംഗ് എത്രാമത്തെ ഫ്ലോർ? 3rd ഫ്ലോർ. വൈ ആക്സിസിലെ പോയിൻ്റാണ്, ശ്രദ്ധിച്ചോ, x0. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഡിയും ഇയും എഫും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഈ മാത്രം ഞാൻ വേണമെന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് ഇ എന്ന് പറയുമ്പോൾ -4,0. കാരണം മേലേക്കും താഴേക്കും പോകാത്തതുകൊണ്ട് രണ്ടാമത്തെ നമ്പർ 0. ഡിയും എഫും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക എന്താണ് സൂചക സംഖ്യ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക്സ് മനസ്സിലായി. ഡിസ്റ്റൻസ് ഫോർമുല 2 പോയിന്റ് തരുമ്പോൾ x1 ഇങ്ങനെ വരും കേട്ടോ. x1 y1. ഓക്കെ, ഇതൊരു പോയിന്റ്. x2 y2 എന്നുള്ള 2 പോയിന്റ് വരുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം സ്ക്വയർ ചെയ്യുക. ഓർഡർ മാറ്റർ ചെയ്യുന്നില്ല. വൈകൾ തമ്മിലുള്ള വ്യത്യാസം സ്ക്വയർ ചെയ്യുക. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കിതാ പ്ലസ് അല്ല, മൈനസ് അല്ല, പ്ലസ് ആയിട്ട് വരുന്നത്. ഞാൻ കറക്റ്റ് ചെയ്ത് മനസ്സിലാം. ഇവിടെ ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് നമ്പറോ, ഇതൊരു പോസിറ്റീവ് നമ്പറോ, സ്ക്വയർ പ്ലസ്. ഓക്കെ, ഇനിയിപ്പം ഒറിജിനും ആധാര ബിന്ദുവും ഈ 2 പോയിന്റ് തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ എന്താ? x² + y². ഇപ്പം നിങ്ങൾ 3, 4, 0, 0 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 3² + 4² എന്ന് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. 0, 0 നിങ്ങൾ ഇടണ്ട. അത് നിങ്ങൾ ഈ ഫോർമുല എപ്പോൾ ഉപയോഗിച്ചാലും ശരിയായിരിക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ 2 കോർഡിനേറ്റ് എക്സ് സെയിം ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3,2ഉം 3,10. ഇവിടെ എന്താണ്? എക്സ് സെയിം ആണല്ലോ. അപ്പോൾ വൈകൾ തമ്മിലുള്ള വ്യത്യാസം വെച്ച് 10 - 2. ഓക്കെ, 10 - 2 എഴുതാം, 2 - 10 എഴുതാം, ഡസൻറ്റ് മാറ്റർ. ഇന്ന് മോഡ് വരുന്നതുകൊണ്ട് ശരിയാവും. അതേപോലെ വൈ സെയിം ആണെങ്കിൽ എക്സ് തമ്മിലുള്ള വ്യത്യാസം. മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു എന്ന് പറയുമ്പോൾ എക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക, പകുതിയാക്കുക. വൈകൾ തമ്മിൽ ആഡ് ചെയ്യുക, പകുതിയാക്കുക, കഴിയും. ഇനി എക്സ് ആക്സിസിലെ പോയിന്റ് കുറച്ച് തിയറിയാണ് പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ 0 എക്സ് അക്ഷം എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ലിഫ്റ്റ് കയറുന്നില്ല എപ്പോഴും ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അപ്പോൾ എക്സ് ആക്സിസ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് വിളിക്കുന്നു. വൈ 0 എന്ന് പറഞ്ഞിട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ 0th ബിൽഡിംഗ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിൽഡിംഗ് മാറുന്നില്ല. വൈ ആക്സിസിനെ നമ്മൾ എന്ത് വിളിക്കും? x0 എന്ന് പറയും. ഇനി വേറൊരിതാണ് ലൈൻ പാസിംഗ് ത്രൂ എക്സ് ആക്സിസ് ആൻഡ് ഇത് നോക്കിയാൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനോട് സമാന്തരമായിട്ടൊരു ലൈൻ വിച്ച് ഇസ് പാസിംഗ് വൈ ആക്സിസ് അറ്റ് എ. നോക്കിയാൽ ഇങ്ങനെ ഒരു ലൈൻ ഞാൻ പറയാം കേട്ടോ. ഇത് എക്സ് ആക്സിസിനോട് പാരലൽ ആണല്ലോ. വൈ ആക്സിസിനെ എവിടെ ടച്ച് ചെയ്യുന്നത്? 2ലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈനിനെ നമ്മൾ വിചാരിക്കും ഇത് എക്സ് ആക്സിസിനോട് പാരലൽ ആയതുകൊണ്ട് എക്സ് ആണോ? അല്ല, y = 2. ഓക്കെ, വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നത് കറക്റ്റ് 2. അപ്പോൾ y = 2. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഈ ലൈൻ എന്താണ്?
വൈനെ -2 കട്ട് ചെയ്യുന്ന എക്സിനോട് പാരലൽ y ഈക്വൽ ടു -2. എക്സ് ആക്സിസിനോട് പാരലലായ ലൈനിന് നമ്മൾ y ഈക്വൽ ടു ആ y ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയും. ഇത് നോക്കിയേ, ലൈൻ പാരലൽ ടു y ആക്സിസ് പാസിംഗ് ത്രൂ x. ഞാൻ പറയാണ് y ആക്സിനോട് പാരലാണ്, എക്സ് ആക്സിനെ കട്ട് ചെയ്തു. ഇത് എത്ര 3 കൂടെ കട്ട് ചെയ്തു. ഈ ലൈന് നമ്മൾ എന്താണ് പറയുക, എക്സ് ഈക്വൽ ടു 3 എന്ന് പറയും. ഈ ലൈനെ നമ്മൾ എന്താണ് പറയുക, വൈനോട് പാരലൽ പാസിംഗ് ത്രൂ എക്സ് -2, എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ന് പറയും. ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ചോദ്യം വരും. ലാസ്റ്റ് കാര്യം നിങ്ങൾക്ക് എന്താ, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ്. ഒരു റെക്ടാങ്കിൾ തരും, അത് എക്സ് ആക്സിനോടും വൈ ആക്സിനോടും പാരലലായിരിക്കും, സമാന്തരമായിരിക്കും. 2 പോയിന്റ് വരും, ബാക്കി 2 കണ്ടുപിടിക്കാൻ പറയും. വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എ എന്നുള്ള പോയിന്റിന് എക്സും വൈ എഴുതി വെക്കാം. എൻ്റെ ഫസ്റ്റ് നമ്പർ എന്താണ് 3, അത് താഴെ എഴുതി വരും. ആൻഡ് സെക്കൻഡ് നമ്പർ എത്രാമത്തെ ഫ്ലോറാന്ന് പറയും. അതേപോലെ നോക്കിയാൽ സീൻ്റെ പോയിന്റ്സ് എഴുതാം. സി എന്ന് പറയുമ്പോൾ 7 ആണ് ഫസ്റ്റ് നമ്പർ, അത് എക്സ് ആക്സിലോണ്ട് എഴുതാം. ആൻഡ് എത്രാമത്തെ ഫ്ലോറിലാണ് മക്കളെ, 4th ഫ്ലോർ, അതാണ് വൈ. ഇത് വെച്ചിട്ട് നമ്മൾ ബിയും ഡിയും കണ്ടുപിടിക്കും. ബീൻ്റെ ഞാൻ ആൻസർ എഴുതാം, ഡി നിങ്ങൾ കമൻസിൽ എഴുതാം. ബി എന്ന് പറയുമ്പോൾ ബി എത്രാമത്തെ എക്സ് വരുന്നത്, ഇതാണ് അതിൻ്റെ എക്സ്, വിച്ച് ഇസ് 7. ആൻഡ് അതിൻ്റെ എത്രാമത്തെ ഫ്ലോറാണ് മക്കളെ, ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു. ഇനി നിങ്ങൾ ഡി എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഫോർമുലയും എല്ലാ സംഭവം പഠിച്ചു. ഇത് നോട്ട്സിൽ കിട്ടും, ഫുൾ ക്ലാരിറ്റി കിട്ടും. വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം. അതിങ്ങനെ ജോയിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക, ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടും. ഓക്കെ, ടാൻജൻസ് മൈ ഫേവറേറ്റ് ചാപ്റ്റർ, ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്ത നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാപ്റ്ററാണ്. ഇത്രയും ഡയഗ്രം പഠിച്ചാൽ മൊത്തം കഴിഞ്ഞു. ഫസ്റ്റ് കാര്യം, ഒരു ടാൻജൻറ്റ്, ഇത് ടാൻജൻറ്റ് അല്ല തൊടുവര എന്ന് പറയുമ്പോൾ സർക്കിളിനെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്ത് പോകുന്ന ലൈൻ. ഓക്കെ, ആ ഒരു പ്രാവശ്യം ടച്ച് ചെയ്യുന്ന പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ റേഡിയസ് വരച്ചാൽ അവർ തമ്മിലുള്ള ആംഗിൾ എത്ര, 90 ഡിഗ്രി, എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും റേഡിയസും ടാൻജൻറ്റും തൊടുന്ന സ്ഥലത്തേക്ക്. ഓക്കെ, പോയിന്റ് ഓഫ് കോൺടാക്റ്റ്. ഇനി നമ്മൾ ഒരു പോയിന്റ്, ഒരു എക്സ്റ്റേണൽ പോയിന്റ് പി എടുക്കുകയാണെങ്കിൽ ഒരു സർക്കിളിലേക്ക് 2 ടാൻജൻറ്റേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 10 or 20 അല്ല. ഈ സർക്കിളിലേക്ക് എത്ര ടാൻജൻറ്റ് വരയ്ക്കാം, ഇവിടെ എനിക്ക് ഇൻഫൈനൈറ്റ് വരയ്ക്കാം, എത്ര ആയിരങ്ങൾ വരയ്ക്കാം. പക്ഷേ പുറമേ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് 2 ടാൻജൻറ്റേ വരയ്ക്കാൻ പറ്റുള്ളൂ. ആ 2 ടാൻജൻറ്റ് ഈക്വൽ ആയിരിക്കും, ഈ 2 റേഡിയസും ഈക്വൽ ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് അതും ഈക്വലാണ്. ഇനി ഈ ട്രയാങ്കിൾ, ഇവിടെ കാണുന്ന ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിളും താഴെയുള്ള ട്രയാങ്കിളും ഈക്വലാണ്. ഓക്കെ, ഈക്വലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരാണ്, ഈ ആംഗിൾ വന്നു, ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിലോ അതിൻ്റെ പകുതി ആയിരിക്കും. ഈ ആംഗിൾ വന്നു, ഇതിൻ്റെ പകുതി കണ്ടുപിടിക്കണം, അതിൻ്റെ പകുതി ആയിരിക്കും. ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ സെൻട്രലിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളും സപ്ലിമെൻ്ററീസ്, അനുപൂരക. ഇപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180 മൈനസ് എക്സ്, ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ 90, ഇവിടെ 100 ആണ് 80. ആ കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് വരുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ഡയഗ്രാമാണ്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. ഞാൻ പറയുന്ന ലോജിക് ഉപയോഗിച്ചാൽ ഒരു കോഡുണ്ട്, ഒരു കോഡും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറേ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ടാൻജൻസ് ഉണ്ട്, അത് കോഡായിട്ടുള്ള ആംഗിൾ. ഈ കോഡ് മേജർ ആർക്കിൽ എക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, സെൻട്രൽ നിങ്ങൾക്കറിയാം 2x, വിഷയമല്ല. ഈ കോഡ് മേജർ ആർക്കിൽ എക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോഡും ടാൻജൻറ്റും തമ്മിലുള്ള ഈ ആംഗിളും എക്സ് ആയിരിക്കും. അപ്പം എക്സ് സെയിം ആംഗിൾ ആയിരിക്കും, അതെപ്പോഴും ഓർക്കുക. ഇതിപ്പോൾ ഞാൻ നാളെ നിങ്ങൾക്ക് മത്തങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്തങ്ങ വിശ്വസിക്കണം. എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതും ഈ ആംഗിളും ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇതിങ്ങനെ സാർ 2x എഴുതാം, കഴിഞ്ഞ ക്വസ്റ്റ്യൻ സാർ ഇവിടെ എക്സ് എഴുതി, ഇപ്പോൾ 2x. അത് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2x ആയതുകൊണ്ട് ഇതെന്തായി 180 മൈനസ് എക്സ് ആണല്ലോ, 180 മൈനസ് 2x. അത് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ആംഗിളും ആഡ് ചെയ്താൽ 180 കിട്ടണം. അങ്ങനെ ആലോചിക്കണം. കോഡും ടാൻജൻറ്റും തമ്മിലുള്ള ഈ രണ്ട് ആംഗിളും ഈക്വലാണ്, അത് മനസ്സിലാക്കുക. കോഡ് മേജർ ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആൻഡ് ഈ 2 ആംഗിളും സെയിം ആണെന്ന് ഓർക്കുക. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇവിടെ എങ്ങനെയാണ് ഇത് സംഭവം വരുന്നത്, ഇതൊരു പോയിന്റ്, എക്സ്റ്റേണൽ പോയിന്റ്, ഇത് 2 ടാൻജൻ്റ് ആണ്. നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ 2 ടാൻജൻറ്റ് ഈക്വൽ ആണ്. അതേപോലെ ഈ എയും ഈക്വൽ, അതുപോലെ ബിയും ഈക്വൽ, സിയും ഈക്വൽ, ഡിയും ഈക്വൽ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു നമ്പർ എ എന്ന് പറയുമ്പോൾ 5 ആണെങ്കിൽ ഈ എത്രയാണ് 5. ഇവിടെ നിങ്ങൾക്ക് 4 തരാണ്, ഇത് എത്രയാണ് 4. ആ ലോജിക്കിലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരുള്ളൂ. പിന്നെ അവസാനത്തേക്ക് വരികയാണെങ്കിൽ ഇത് എ ബി എന്നുള്ള കോഡ് എക്സ്റ്റെൻഡ് ചെയ്തു ടാൻജൻറ്റ് ഒരു എക്സ്റ്റേണൽ പോയിന്റ് പിയിലേക്ക്. പി സി ഒരു ടാൻജൻ്റ് ആണെങ്കിൽ പി സി സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി. തെറ്റിക്കാൻ പോകുന്ന കാര്യം ഇതാണ്, നിങ്ങൾ പി എ എഴുതും, പിന്നെ നിങ്ങൾ എ ബി മൾട്ടിപ്ലൈ ചെയ്യും. അതല്ല വേണ്ടത്. പി എ എഴുതി പിന്നെ പി ബി എന്ന് പറയുമ്പോൾ മൊത്തം ഡിസ്റ്റൻസ് വലിയൊരു നമ്പർ ആയിരിക്കും. പി എ ഇൻറ്റു പി ബി ആണ് പി സി സ്ക്വയർ, പി സി ടാൻജൻ്റ് ആണെങ്കിൽ. ഓക്കെ, ഇനി നിങ്ങൾ അവസാനം ഹെറൻസ് ഫോർമുലയിൽ നിങ്ങൾ സർക്കിൾ ഇൻസൈഡ് ആകുമ്പോഴുള്ള സംഭവം പഠിക്കണം. ഓക്കെ, ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ പകുതി.
പെരിമീറ്റർ എന്താ മക്കളെ? ചുറ്റളവ്. ഓക്കെ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, മൂന്നും കൂടി ആഡ് ചെയ്താൽ പെരിമീറ്റർ. അതിൻ്റെ പകുതി. ഓക്കെ, അതിൻ്റെ പകുതിയാണ് എസ്, സെമി പെരിമീറ്റർ, സെമൈ പെരിമീറ്റർ എന്ന് പറയും. അതല്ല വിഷയം. നമ്മൾ ഈ ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റേഡിയസ്, ആരുടെ റേഡിയസ്? ഈ ഇൻസർക്കിളിൻ്റെ റേഡിയസ് അഥവാ ഇൻ റേഡിയസ്, അന്തർവൃത്താരം. ഓക്കെ, റേഡിയസ് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ എസ്. ഈ ഏരിയ ആരുടെ ഏരിയ? അതാണ് എല്ലാവരും കൺഫ്യൂഷൻ മക്കളെ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ഈ എ ഡിവൈഡഡ് ബൈ എസ്. എസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പെരിമീറ്ററിൻ്റെ പകുതി. ഇനി ഏരിയ ചില ക്വസ്റ്റനിൽ തരൂല, 3 സൈഡും തരും. നിങ്ങൾക്ക് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെ ബിയും എച്ചും തരൂല. ഇവിടെ തരിക എ ബി സി തരും, 3 സൈഡും തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഫോർമുലയ്ക്ക്, ഇതാണ് ഹെറൻസ് ഫോർമുല. എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ്, ഒരു നമ്പർ ആയിരിക്കും, എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ, ഇത് വല്ലപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളൂ, പക്ഷേ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പഠിച്ചാൽ നിങ്ങൾ ടാൻജൻസ് കഴിഞ്ഞു. കുറേ പറയാനില്ല, ഫുൾ ഫോട്ടോയിലാണുള്ളത് അല്ലേ. ഇത് കിട്ടി. സോളിഡ്സ് ഉള്ള ചാപ്റ്റർ ഏറ്റവും കൂടുതൽ ഫോർമുല ഉണ്ട്, പക്ഷേ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ വൺ ഷോട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് ഉണ്ട്. ഈ ചാനലിൽ തന്നെ എല്ലാം സംഭവം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ മക്കൾ, ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് വീഡിയോ മാത്സിൽ വരാൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് എക്സാമിനുള്ള എല്ലാ കാര്യവും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്ക്വയർ പിരമിഡ്, സമചതുര സ്തൂപിയിൽ എന്താണ്? ഇതാണ് ഫ്ലാറ്റ് ഡയഗ്രാം. 3D ഡയഗ്രാം നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഫ്ലാറ്റ് ഡയഗ്രാമിൽ എന്താണ് മക്കളെ മനസ്സിലാക്കേണ്ടത്? ഇതാ, ഇയാൾ പേജ് മാറിപ്പോയി, ഇതൊരു സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം എല്ലാം എ എ എ എ ബേസ് എഡ്ജ് പേരിട്ടിട്ടുണ്ട്, ബേസ് എഡ്ജ് പാദവക്ക്. പിന്നെ ഇത് നോക്കി, ഇതെന്താണ്? എല്ലാണ്, സ്ലാൻഡ് ഹൈറ്റ് ആണ്, ചെരിവുയര കേട്ടോ. പിന്നെ ഇത് ലാറ്ററൽ എഡ്ജ്, പാർശ്വവക്ക്, അത് ഇ ഇ ഇ ഇ ഇ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ കാണാം. അപ്പോൾ എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൾ ടു ഇ സ്ക്വയർ. എഴുതിക്കോ, എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇസ് ഈക്വൾ ടു ഇ സ്ക്വയർ. ഇനി അടുത്തത്, ഇതിന് 3D ഡയഗ്രാം വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരെണ്ണം കിട്ടും, എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൾ ടു എൽ സ്ക്വയർ. ഇത് ഇതേ ഓർഡറിൽ പഠിച്ചാൽ നിങ്ങൾക്ക് തെറ്റൂല. എ ബൈ 2 എച്ച് എൽ, എ ബൈ 2 എൽ ഇ. ഓക്കെ, ഇനി ബേസ് ഏരിയ, പാദ പരപ്പളവ് എ സ്ക്വയർ, എൽ എസ് എ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ പാർശ്വമുഖ പരപ്പളവ് 2AL. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട. ഈ 4 ട്രയാങ്കിളുടെ ഏരിയ 4 ഇൻറ്റു ഹാഫ് എൽ വരും. ഹാഫ് എൽ അത് എത്രയാണ്? 2AL എന്ന് ആൻസർ വരും. ഓക്കെ, 2AL. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി കൂട്ടുക, ഇത് രണ്ടും കൂട്ടിയാൽ മതി. വോളിയം എന്ന് പറയുമ്പോൾ എ സ്ക്വയർ എച്ച്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്, പക്ഷെ എന്താണ്? ഒരു 1/3 കൂടി കുറവും, കാരണം കുറഞ്ഞു വരും ഏരിയ. ഓക്കെ, വോളിയം കുറഞ്ഞു വരിക. ഇനി കോൺ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കോൺ എന്ന് പറയുമ്പോൾ വൃത്തസ്തൂപിക, ഒരു സർക്കിളിൽ നിന്ന് കട്ട് ചെയ്തിട്ടായിരിക്കും കഥ തുടങ്ങാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ R ആണ് സർക്കിളിൻ്റെ റേഡിയസ്. വൃത്തത്തിൻ്റെ റേഡിയസ് ആരോ ഉണ്ട്, പാത ആരോ ഉണ്ട്, ബേസ് റേഡിയസും ഉണ്ട്. രണ്ടും വ്യത്യാസമാണ്. കോണിൻ്റെ റേഡിയസ് സ്മോൾ ആറും ഇത് ക്യാപിറ്റൽ ആറും, രണ്ടും തമ്മിൽ ഈക്വൽ ആണെന്നൊരു ബന്ധമല്ല, വേറൊരു ബന്ധമാണ്. ഇത് സെൻട്രൽ കട്ട് ചെയ്യുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ, ഇത് സർക്കിളിൻ്റെ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മടക്കി ചുരുട്ടി ഈ സാധനമാക്കുന്നു. ഓക്കെ, ചുരുട്ടി ആക്കുന്നു. ഫസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത് ആറും എല്ലും ഈക്വലാണ്. ഈ ക്യാപിറ്റൽ ആറും എല്ലുമാണ് ഈക്വൽ, സ്ലാൻഡ് ഹൈറ്റ് ആണ് ഈക്വൽ. ഇത് എച്ച്, ഇവിടെ റേഡിയസ്, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ. ഓക്കെ, അത് പഠിച്ചു വെക്കുക. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, എല്ലും ഇത് നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്തു. ഇതാണ് എക്സ് ബൈ 360 ഇസ് ഈക്വൽ ടു ആർ ബൈ, ചിലപ്പം ക്യാപിറ്റൽ ആർ എന്ന് കാണാം, ചിലപ്പം സ്മോൾ എൽ എന്ന് കാണാം. ഏതാണെങ്കിലും കുഴപ്പമില്ല, ഈ ഫോർമുല പഠിക്കണം ബൈ ഹാർട്ട്. ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ, സർക്കിൾ ആയതുകൊണ്ട്. CSA വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ. സോറി, ഇതല്ല, ഇത്. ഓക്കെ, ഈ കോൺ ഐസ്ക്രീം പിടിക്കുന്ന കോൺ പിടിക്കുന്ന സ്ഥലമില്ല, അതാണ് കർവ്ഡ് സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. വോളിയം എന്ന് പറയുമ്പോൾ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. പക്ഷെ നമ്മൾ കുറഞ്ഞു വരുന്നതുകൊണ്ട്, സ്ക്വയർ പിരമിഡ് പോലെ കുറഞ്ഞു വരുന്നതുകൊണ്ട് 1/3. ഓക്കെ, അടുത്തത് സ്ഫിയർ ഹെമിസ്ഫിയർ. ഇതൊരു ഫുട്ബോൾ പോലെ ഉണ്ടാവും, റേഡിയസ് മാത്രമുള്ള, ഹൈറ്റോ വീതിയോ തടിയോ ഒന്നുമില്ല. ഏരിയ 4 സർക്കിളിൻ്റെ ഏരിയ മൊത്തം ഒരു ഏരിയ ഉള്ളൂ, കർവ്ഡ് ഇല്ല, വക്രതല പരപ്പളവില്ല, എല്ലാം സെയിം ആണ്, സെയിം ഫ്ലാറ്റ് ഒന്നുമില്ല. ഏരിയ എന്ന് പറഞ്ഞാൽ 4 πr സ്ക്വയർ. വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? 4/3 πr ക്യൂബ്. വോളിയം എന്താണ്? 4/3 πr ക്യൂബ്. ഇതിന് നേരെ പകുതിയാണ് ഇവിടെ വരിക, ഹെമിസ്ഫിയർ. പകുതിക്ക് വെട്ടിയാൽ 2/3 πr ക്യൂബ്. പക്ഷെ ഇവിടെ TSAയും CSA ഉണ്ട്. CSA എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ വക്രതല പരപ്പളവ് 2 πr സ്ക്വയർ. ഫ്ലാറ്റും കൂടി കൂട്ടിയാൽ 3 3 πr സ്ക്വയർ. ഇതൊന്ന് നോട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. സിലിണ്ടർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? വൃത്തസ്തംഭം. ഓക്കെ, ഹൈറ്റ് ഉണ്ട്, റേഡിയസ് ഉണ്ട്, ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ. അത് ഒരെണ്ണത്തിനെ പറ്റി പറയുന്നുള്ളൂ. 2 ബേസ് ഏരിയകളുണ്ട്, 2 πr സ്ക്വയർ വരാം. CSA എന്ന് പറയുമ്പോൾ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ 2 πrh, എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 2 πr സ്ക്വയർ പ്ലസ് 2 πrh. വോളിയം എന്ന് പറയുമ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, πr സ്ക്വയർ h. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ടത് വോളിയം സെയിം എപ്പോഴായിരിക്കുക? റീകാസ്റ്റ് ചെയ്യുമ്പോൾ. ഞാൻ ഒരു സാധനത്തിനെ ഉരുക്കി
വേറെ സാധനം ആക്കുമ്പോൾ ഇവിടുത്തെ വോളിയം സെയിമാണ്. ഞാൻ കുറച്ച് 4 കിലോ അല്ല, ഞാനിപ്പം ഈ സാധനം ഈ പവർ ബാങ്കിന് ഒരുക്കി ഞാൻ വേറെ എന്തെങ്കിലും ഷേപ്പ് ആക്കുമ്പോൾ ഇതിൻ്റെ വോളിയം സെയിമാണ്, വ്യാപ്തം മാറില്ല. ഓക്കെ, എന്ത് ഷേപ്പ് ആക്കിയാലും ആ കാര്യം നോട്ട് ചെയ്താൽ കഴിഞ്ഞു മക്കളെ.